നെല്ലിക്കുഴി പഞ്ചായത്തിലെ കാപ്പുചിറയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന പരാതിയുമായി നാട്ടുകാർ. കാൽനൂറ്റാണ്ട് കാലമായി വൃത്തിയാക്കാതെ കിടക്കുന്ന ചിറയിലെ പായലും ചെളിയും നീക്കി സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാണ് ആവശ്യം. ചിറയിലെ മലിനജലം കുടിവെള്ളത്തിൽ കലരുന്നത് മൂലം പകർച്ചവ്യാധി ഭീതിയിലാണ് സമീപവാസികൾ. നെല്ലിക്കുഴി പഞ്ചായത്ത് 3-11 വാർഡുകളിൽ ഉൾപ്പെടുന്ന കാപ്പുചിറ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ശക്തമാകുന്നു. 25 വർഷത്തോളം മുൻപാണ് കാപ്പുചിറ ചെളിയും മണ്ണും നീക്കി ശുചീകരിച്ചത്. പിന്നീട് യുവജന സംഘടനാ പ്രവർത്തകർ ഇടയ്ക്കിടെ പായൽ വാരി കാപ്പുചിറ വൃത്തിയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചീഞ്ഞളിഞ്ഞ പായൽ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മലിനജലമാണ് ഒട്ടേറെ പേർ ദൈനംദിന ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന കാപ്പുചിറയിലുള്ളതെന്നാണ് നാട്ടുകാരുടെ പരാതി. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 3-11 വാർഡിൽ ഉൾപ്പെടുന്ന ചിറയാണിത് കാപ്പുചിറ. വർഷങ്ങളായിട്ട് മലിനമായി കിടക്കുകയാണ്. ഇത് പഞ്ചായത്ത് ഒരു ഫണ്ടൊക്കെ അനുവദിച്ച് ചെയ്തിട്ട് ഒരു 20-25 വർഷത്തോളമായിട്ടുണ്ട്. ഇത് പായലൊക്കെ ചീഞ്ഞിവിടെ സ്മെല്ലും അടുത്തുള്ള പ്രദേശങ്ങളിലെ ഈ ചിറ ഉള്ളതുകൊണ്ടാണ് കിണറുകളിലൊക്കെ വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്നത്. ആ വെള്ളത്തിന് വരെ കംപ്ലൈൻറ്റ് വന്നിട്ട് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സംരക്ഷണ ഭിത്തിയൊക്കെ തകർന്ന് റോഡും ഈ ചിറയുടെ നിരപ്പും ഒപ്പായിട്ട് നിൽക്കുക. കുട്ടികളൊക്കെ സൈക്കിൾ കൊണ്ടൊക്കെ യാത്ര ചെയ്യണം. സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഫണ്ട് അനുവദിച്ച് ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്നൊക്കെ എല്ലാ വർഷവും ഫണ്ട് അനുവദിച്ചു എന്നും പറഞ്ഞ് ഫ്ലെക്സ് വെക്കലല്ലാതെ ഒരു നടപടി ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ സാധാരണ നാട്ടുകാരും DYFIയും യൂത്ത് കോൺഗ്രസ്സൊക്കെ പായൽ വാരി ക്ലീൻ ചെയ്യലുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇത് ഇത്രയും ഇതിലത്തെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പായലൊക്കെ ചീഞ്ഞ് മലിനായി. അപ്പോൾ ഇത് ഇറങ്ങിയാൽ തന്നെ ആളുകൾക്ക് രോഗം പിടിപെടുന്ന ഒരു അവസ്ഥയുണ്ട്. കാപ്പുചിറയിൽ നിന്നുള്ള ചെളിയും മാലിന്യവും നിറഞ്ഞ വെള്ളം ഉറവയായി സമീപത്തെ കിണറുകളിലെത്തി തങ്ങളുടെ കുടിവെള്ളം മലിനമാകുന്നതോടെ മഞ്ഞപ്പിത്തം പോലെയുള്ള ജലജന്യ പകർച്ചവ്യാധികൾ രൂക്ഷമാകുമെന്നും സമീപവാസികൾ ആശങ്കപ്പെടുന്നു. കാടുമൂടിക്കിടക്കുന്ന ചിറയ്ക്ക് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി ഇതുവഴി സ്ഥിരമായി സൈക്കിളിലും കാൽനടയായും സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളുടെയും മറ്റ് സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ചിറ എൻ്റെ ഓർമ്മ ഒരു 25 വർഷത്തോളമായി ഈ ചിറപ്പം നന്നാക്കിയിട്ട്. 25 വർഷം മുമ്പ് ഇതിനകത്ത് കുറച്ച് മണ്ണ് കോരി ക്ലീൻ ചെയ്താണ്. അതിന് ഒരു പണിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ കുറേ പിള്ളേർ ഇറങ്ങി ഇതിനകത്ത് ഒരു രസത്തിന് പായൽ കുറേ വാരുമായിരുന്നു. അപ്പോൾ ആ പായലും വാരലും അതിനകത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പരിസരത്ത് കിണറ്റിലൊക്കെ മലിനജലമാണ് ആളുകൾ കുടിക്കണത്. ഈ വെള്ളം കെട്ടിക്കഴി വെള്ളം മണത്ത് നോക്കി അറിയാം. ഇതിപ്പോൾ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കി ഈ പരിസരവാസികൾക്ക് സംരക്ഷണം കൊടുക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ജനപ്രതിനിധികളോടും സ്ഥാപനങ്ങളോടും നിരന്തരമായി പരാതിപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പഞ്ചായത്ത് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് ബോർഡുകൾ സ്ഥാപിക്കുന്നതല്ലാതെ ചിറയിൽ നിറഞ്ഞ മാലിന്യവും ചെളിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പായൽ വേസ്റ്റും മറ്റും നീക്കി ജലം ശുദ്ധിയാക്കാനോ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ യാതൊരു നീക്കവും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.